ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ നമുക്ക് ഇട്ട് വെക്കാം. തേങ്ങാവെള്ളം 1 സ്പൂൺ പഞ്ചസാര കലക്കി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് ചോറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ മതി. ആദ്യം നമുക്ക് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുതിർന്ന പച്ചരി ഒന്ന് അരച്ചെടുക്കാം. വളരെ കുറച്ച് പച്ചരി എടുത്തിട്ട് ഞാൻ ആദ്യം ഒന്ന് സെപ്പറേറ്റ് അരയ്ക്കുകയാണ്. എല്ലാം എടുത്തിട്ടില്ല. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ പച്ചരി അരച്ച ആ ഒരു പേസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു തവി എടുത്തിട്ട് കപ്പി കാച്ചാം. കപ്പി കാച്ചുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു തവി അരച്ച പച്ചരി എടുത്തിട്ട് അതിൻ്റെ ഒരു 4 മുതൽ 5 ഇരട്ടി വെള്ളം വരെ ഒഴിച്ച് നമ്മൾ ഗ്യാസിൽ തീ കുറച്ചിട്ട ശേഷം കുറുക്കിയെടുക്കുകയാണ്. അതിനാണ് നമ്മൾ കപ്പി കാച്ചുക എന്ന് പറയുന്നത്. പണ്ട് അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇപ്പോൾ എല്ലാവരും ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എല്ലാവരും ഈസ്റ്റൊക്കെയാണ് ഇടുന്നത് അപ്പത്തിന് സോഫ്റ്റ്നെസ് കിട്ടാൻ. പക്ഷേ കപ്പി കാച്ചുന്ന അപ്പത്തിന് നമ്മൾ പിന്നെ ഈസ്റ്റ് ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഞാൻ തീ വളരെ കുറച്ചിട്ട ശേഷം അതൊന്ന് കുറുക്കിയെടുക്കുവാണ്. നന്നായിട്ട് കുറുകി വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. കുറുകി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഒട്ടും തീ ഒരു സ്റ്റേജിലും കൂട്ടാനേ പാടില്ല. കുറഞ്ഞ തീയിൽ തന്നെ അതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഈ ഒരു കപ്പി കാച്ചിയത് നമുക്ക് നമ്മൾ അരച്ച് വെക്കുന്ന മിക്സിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൈകൊണ്ട് ഇളക്കിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട്, നന്നായിട്ട് തണുത്തിട്ടല്ല, നമുക്ക് തൊടാൻ പാകത്തിന് തണുപ്പാകുമ്പോൾ. അതല്ലെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത് മിക്സ് ചെയ്യുകയും ചെയ്യാം. 2 രീതിയും ചെയ്യാം. 2 രീതിയിൽ ചെയ്താലും നന്നായിട്ട് തന്നെ കിട്ടും. കാരണം ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇതിന് ശേഷം നമുക്ക് ബാക്കി പച്ചരി, തേങ്ങയും ചോറും തേങ്ങാവെള്ളവും എല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കാം. അപ്പോൾ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പി കാച്ചിയ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളത് ചേർത്താലും തവിയിട്ട് ഇളക്കിയാൽ അത് മിക്സ് ആവില്ല. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുക്കണം. കൈ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ മിക്സിയിലടിച്ച് ചേർത്തിളക്കിയാലും മതിയാവും. നമ്മൾ കൈ കഴുകി നന്നായി വൃത്തിയാക്കിയ ശേഷം വളരെ ഹൈജീനിക്കായിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് പിറ്റേന്നത്തേന് തുറന്ന് നോക്കുമ്പോൾ ഫെർമെൻറ്റേഷനൊക്കെ സംഭവിച്ചിട്ട് പൊങ്ങി വന്ന് നല്ല പരുവായിട്ടുണ്ട്. പാത്രം നിറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ചെറിയ പാത്രമായിരുന്നെങ്കിൽ പുറത്ത് പോയതിനത്. ഇതിൽ നമുക്ക് ആവശ്യത്തിനൊരു പാത്രത്തിലേക്ക് പകർത്തി ഒരു നുള്ളു സോഡാപ്പൊടി, ഒരുപാടൊന്നും ഇടണ്ട, ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ളു സോഡാപ്പൊടി കൂടാതെ ഉപ്പും ചേർത്ത് ഇളക്കി നമുക്ക് അപ്പം ഉണ്ടാക്കാവുന്നതാണ്. സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും നമ്മൾ തലേന്ന് ഇട്ട് വെക്കണ്ട. ഈസ്റ്റ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുമില്ല, കപ്പി കാച്ചിയത് കൊണ്ട് തന്നെ. ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മിക്സ് എടുക്കുന്ന സമയത്ത്
1/4 സ്പൂൺ പോലും ഇല്ല. ഒരു നുള്ളു സോഡാപ്പൊടിയും ഉപ്പും ചേർത്ത് ഇളക്കി നമുക്ക് അപ്പം ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ എണ്ണ തേച്ചിട്ടില്ല. ഇരുമ്പിൻ്റെ ആണെങ്കിൽ എണ്ണ പുരട്ടിയിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. അതിൽ കുഴി വീണ ശേഷം വേണം നമ്മൾ അപ്പം അടച്ചു വെക്കാൻ. കുഴി വീണ തുടങ്ങിയ ശേഷം വേണം അപ്പം അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിട്ട് വരുന്നോ നോക്കാം. അപ്പം തിന്നാൽ മതി കുഴി എണ്ണണ്ടെന്നൊക്കെ പണ്ട് അമ്മമാർ പറയാറില്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കപ്പി കാച്ചി തയ്യാറാക്കിയിരിക്കുന്ന സോഫ്റ്റ് അപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുമക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. വളരെ തിന്നാണ്, സോഫ്റ്റാണ്, നൈസാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.